Good morning. Welcome to Social Studies class. Today I am going to teach you Social Studies of Class 5, Chapter 1, that is from Semester 2 Test. Chapter 1, that is Equatorial Region. You studied about the equator, that is 0 degree. Then you take your Semester 2 Test. Equatorial region. Equator. Let's look here. This equator that pass from 0 degree. ഉണ്ടല്ലോ 0 degree അത് പാസ് ചെയ്യുന്ന ഏതൊക്കെ കോണ്ടിനെൻ്റ് ആണ്? ആഫ്രിക്കയുണ്ട്, പിന്നെ ഓസ്ട്രേലിയയുടെ കുറേ ഭാഗങ്ങളുണ്ട്, കുറേ ഐലൻഡ്സ് ഉണ്ട് അല്ലേ, സൗത്ത് അമേരിക്ക കേട്ടോ, അത്രയും രാജ്യങ്ങളിലൂടെയാണ് ഇക്വേറ്റർ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേറ്ററിൻ്റെ മുകൾ വശത്തും താഴെയുള്ള കുറേ രാജ്യങ്ങൾ ഏതിൽ വരുന്നു? ഇക്വേറ്ററൽ റീജിയനിൽ വരുന്നുണ്ട് കേട്ടോ. ദെൻ ടേക്ക് യുവർ ടെസ്റ്റ്. ഇക്വേറ്ററൽ റീജിയൻ, ദർ ആർ വി ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് 3 temperature zone. Which are the 3 temperature zone? Torrid zone, temperate zone and frigid zone. These are the 3 temperature zones. Then and this region, this equatorial region is located both sides of equator. അതായത് ഇക്വേറ്ററിൻ്റെ ഇരുവശവും ഉള്ള കുറേ സ്ഥലങ്ങളാണ് ഇത് ഇക്വേറ്ററൽ റീജിയൻ. ദസ് ഇറ്റ് ലൈസ് ഇൻ ദ നോർത്തേൺ ആൻഡ് സതേൺ ഹെമിസ്ഫിയർ. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറും വരും, അതിൽ സതേൺ ഹെമിസ്ഫിയറിലും വരുന്നുണ്ട്. സോ സം ഓഫ് ദ കൺട്രീസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ, ഞാൻ കാണിച്ചല്ലോ പിക്ചറിൽ കാണുന്ന പോലെ കുറേ രാജ്യങ്ങൾ ദിസ് ഇക്വേറ്ററൽ റീജിയനിൽ വരുന്നുണ്ട്. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കിയേ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഫസ്റ്റ് കോങ്കോ, ദാറ്റ്സ് ആഫ്രിക്കൻ കോണ്ടിനെൻ്റ് അല്ലേ. ഉഗാണ്ട, കെനിയ, സൊമാലിയ, ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ ആൻഡ് ഇന്തോനേഷ്യ. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഇക്വേറ്ററൽ റീജിയനിൽ വരുന്ന? അതായത് കോങ്കോ, ഉഗാണ്ട, കെനിയ, സൊമാലിയ, ഇക്വഡോർ, കൊളംബിയ, ബ്രസീൽ ആൻഡ് Indonesia. These are the countries that included this equatorial region. Then what about the climate? Climate of this region. This equatorial region remains hot and wet throughout the year. അപ്പോൾ hot and wet. Then the rays of the sun fall directly to the equator. നമ്മൾ നേരത്തെ പഠിച്ചു, ഇക്വേറ്റർ ആകുമ്പോൾ സൺറൈസ് ഫോൾ ഡയറക്ട്ലി ടു ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നേരിട്ടാണ് സൂര്യപ്രകാശം കിട്ടുന്നത്. അപ്പോൾ ഭയങ്കരം ചൂടായിരിക്കും അല്ലേ. അതായത് ടെമ്പറേച്ചർ എത്ര വരെ വരും? ഈ ടെമ്പറേച്ചർ റൈസ് ബിറ്റ്വീൻ 25 ഡിഗ്രി ടു 30 ഡിഗ്രി സെൽഷ്യസ്. എത്ര വരെ വരുന്നുണ്ട്? 25 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെ വരാറുണ്ട്. There is a little variations in the temperature, so this region does not experience different seasons. കാരണം ഈ വേരിയേഷൻസ് ഒന്നും വലുതായിട്ട് വരാറില്ല ടെമ്പറേച്ചറിൽ. അതുകൊണ്ട് പല സീസൺസ് എവിടെ ഇല്ല. ഈ ഇക്വേറ്ററൽ റീജിയനിൽ നിന്നും പല സീസൺസ് നമുക്ക് വിൻ്റർ സീസൺ, സമ്മർ, ഇങ്ങനെയുള്ള റീജിയൻ ഒത്തിരി സീസൺസ് ഒന്നും ഉണ്ടാകാറില്ല. Then water from different water bodies evaporate to form raindrops, rain clouds and bring rain every day afternoon. അപ്പോൾ ഭയങ്കര ചൂട് രാവിലെ തൊട്ട്, അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ റെയിൻ വാട്ടറെല്ലാം ഇവാപ്പറേറ്റ് ചെയ്തിട്ട്, വാട്ടറിൽ ഇവാപ്പറേറ്റ് ചെയ്ത് എന്തുണ്ടാകുന്നു? റെയിൻ ക്ലൗഡ്സ് ഉണ്ടാകുന്നു. അങ്ങനെ ഉച്ച കഴിയുമ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ നല്ല കനത്ത മഴയുണ്ടാകും എന്നും. സോ ദിസ് റെയിൻഫോൾ ഹെൽപ്സ് കൂളിംഗ് ഡൗൺ ദ പ്ലേസ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മഴ ഉണ്ടാകുന്നതുകൊണ്ട് ഈ സ്ഥലം കൂടുതലും കൂളിംഗ്, അതായത് തണുത്ത കാലാവസ്ഥ കിട്ടുന്നു. കാരണം ഉച്ച കഴിഞ്ഞത്തെ മഴ അവയെ മിതമായ കാലാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഭയങ്കര ചൂടായിരിക്കും രാവിലെ. അതായിരുന്നു അവരുടെ ക്ലൈമറ്റ് ഓഫ് ദാറ്റ് ഇക്വേറ്ററൽ റീജിയൻ. ദെൻ വാട്ട് അബൌട്ട് ദ വെജിറ്റേഷൻ? സസ്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. The heavy rainfall ensures studies and a dense growth of plants in this region. ഭയങ്കര മഴയായതുകൊണ്ട് എന്താണ്? ഭയങ്കരമായിട്ട് പ്ലാന്റ്സ് അവിടെ വളരും, കാരണം മഴ നന്നായിട്ട് കിട്ടുന്നു. So forest in this region is called a rain forest. അതുകൊണ്ട് ഇവിടെയുള്ള ഫോറസ്റ്റിന് എന്ത് പേര് വിളിക്കാം? റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻസ് ഫോറസ്റ്റ് ഇൻ ട്രോപ്പിക്കൽ ഏരിയാസ് ദാറ്റ് ഗെറ്റ് ഹെവി റെയിൻഫോൾ കിട്ടുന്ന സ്ഥലത്തുള്ള ഫോറസ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇടതിങ്ങിയ വനങ്ങളിലെ, അതായത് ഡെൻസ് ഫോറസ്റ്റ് ഇൻ ദ ട്രോപ്പിക്കൽ ഏരിയാസ് വിത്ത് ഗ്രേറ്റ് റെയിൻഫോൾ, ദാറ്റ് ഈസ് കോൾഡ് റെയിൻ ഫോറസ്റ്റ്. അപ്പം ഇവിടെയുള്ള
എന്താണ് റെയിൻ ഫോറസ്റ്റ് ആണ്. കാരണം ഹെവി റെയിൻഫോൾ ഉണ്ട്, അതുകൊണ്ട് ഇഷ്ടംപോലെ ആ സസ്യങ്ങൾ കാണാൻ പറ്റുന്നു. റെയിൻ ഫോറസ്റ്റ് ആർ എമംഗ്സ് ഡെൻസസ്റ്റ് ഫോറസ്റ്റ് ഇൻ ദ വേൾഡ്. അപ്പോൾ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടതിങ്ങിയ വനങ്ങൾ, ഇഷ്ടംപോലെ നിബിഡമായ വനങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ദ ട്രീസ് ദാറ്റ് ഗ്രോ ഹിയർ ആർ തിക്ക് ആൻഡ് ടോൾ, സ്റ്റാൻഡ് ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് ഹാവ് എ ബിഗ് ആൻഡ് ബ്രോഡ് ലീവ്സ്. ഭയങ്കര ഇടതിങ്ങി അടുത്തടുത്തടുത്ത് മരങ്ങൾ, അതുപോലെ എന്താണ് ശാഖകൾ തമ്മിൽ ഇഷ്ടംപോലെ, അതായത് നിറയെ ഇല തിങ്ങിയാണ് ഇവിടെയുള്ള മരങ്ങൾ കാണുന്നത്. സോ ഹൗ മെനി പ്ലാന്റ്സ് അറൗണ്ട് ദർ ഈസ് എ കോമ്പറ്റീഷൻ ഫോർ എ സ്പേസ് ആൻഡ് സൺലൈറ്റ്. ഇഷ്ടംപോലെ മരങ്ങൾ ഉണ്ടുകൊണ്ട് എന്താണ് സ്പേസ് കിട്ടത്തില്ല, സൺലൈറ്റും കൂടുതലും കിട്ടത്തില്ല. അതിനു വേണ്ടി ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്, അതായത് സ്ഥലത്തിനും സൺലൈറ്റിനും വേണ്ടി. സോ ദ ട്രീസ് ഇൻ ദിസ് റീജിയൻ സ്പ്രെഡ് ദെയർ ബ്രാഞ്ചസ് ടു ഫോം എ തിക്ക് കനോപ്പി. That is, therefore, to prevent sunlight from reaching the forest floor. എന്താണ് കനോപ്പി എന്ന് പറഞ്ഞാൽ? എ മാസ് ഓഫ് ലീഫ് ബ്രാഞ്ചസ് ദാറ്റ് ഫോം എ കവർ ഹൈ എബവ് ദ ഗ്രൗണ്ട്. അതായത് എന്നാ ഇല തിങ്ങിയ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? കനോപ്പി മീൻസ് ഈ സൂര്യപ്രകാശം ഒന്നും ഭൂമിയിലേക്ക് വരാതെ ഇടതിങ്ങിയ ഇലകളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് സൂര്യപ്രകാശത്തിന് ഭൂമിയിലേക്ക് വരാനായിട്ട് പറ്റുന്നില്ല, സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നു ഈ ഇലകൾ. ആസ് എ റിസൾട്ട് ദ ഹോൾ റീജിയൻ ലുക്സ് ഡാർക്ക് ആൻഡ് ഡാംബ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഭയങ്കര ഇരുട്ടാണ് ഈ സ്ഥലങ്ങളിൽ. അതുപോലെ ചതുപ്പ് നിലങ്ങളാണ്. കാരണം എന്താണ്? സൂര്യപ്രകാശം ഭൂമിയിൽ വന്ന് തട്ടിയാൽ അവിടെയെല്ലാം നല്ല തെളിഞ്ഞ് നല്ല കാലാവസ്ഥ, അല്ലാതെ നല്ല ഈർപ്പമെല്ലാം മാറി നല്ല പ്രദേശമായിട്ട് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കിടക്കുന്ന പോലെ കിടക്കുകയുള്ളൂ. അല്ലാത്തടത്ത് തന്നെയാണ് ചതുപ്പ് ചവിട്ടിയാൽ അങ്ങ് താന്നു പോകുന്ന പോലെ ഉള്ള പ്രദേശമാണ്. ദ ട്രീസ് ദാറ്റ് ഗ്രോ ഇൻ ദിസ് ഫോറസ്റ്റ് ഷെഡ് ലീവ്സ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദി ഇയർ. അപ്പോൾ ഒരേ സമയത്തല്ല ഇവയുടെ ഇലകൾ പൊഴിയുന്നു, പല സമയത്ത് പല സീസണിലായിട്ടാണ് ഇത് ഇല പൊഴിയുന്നത്. സോ ദ ഫോറസ്റ്റ് ദസ് റിമെയിൻ ഗ്രീൻ ത്രൂ ഔട്ട് ദി ഇയർ, സോ ദാറ്റ് ഈസ് കോൾഡ് എവർ ഗ്രീൻ ഫോറസ്റ്റ്. അപ്പോൾ എപ്പം നോക്കിയാലും വനങ്ങൾ എപ്പോഴും ഗ്രീന്. സോ ദിസ് ഫോറസ്റ്റ് ഈസ് കോൾഡ് എവർ ഗ്രീൻ ഫോറസ്റ്റ്. എപ്പോഴും പച്ച നിറഞ്ഞു നിൽക്കുന്നു. കാരണം ഡിഫറൻറ്റ് സീസണിലായിട്ടാണ് ഇല പൊഴിയുന്നത്, അതുകൊണ്ട് ഒന്നിച്ച് ഇല പൊഴിയുന്നില്ല, അതുകൊണ്ടാണ് എപ്പോഴും പച്ച നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് സോ ദിസ് ഫോറസ്റ്റ് ഹിയർ ഈസ് കോൾഡ് എവർ ഗ്രീൻ ഫോറസ്റ്റ്. What are the trees grows here? The important trees here: mahogany, rosewood, cinchona, rubber, cocoa. All these are found in this evergreen forest. Can you see this rainforest? Picture of this rainforest? കണ്ടോ? അടുത്തടുത്ത് മരങ്ങൾ നിൽക്കുകയാണ്. സൂര്യപ്രകാശത്തിനൊക്കെ വരാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അതുപോലെ കനോപ്പി, അതായത് ഇലകൾ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്താണ് സൂര്യപ്രകാശത്തിന് ഭൂമിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. കണ്ടോ? ദീസ് ആർ അബൌട്ട് ദിസ് എവർഗ്രീൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ്. ദെൻ today's lesson is over. You read the lesson. Okay, thank you.